നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നേമം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും നേതാക്കന്മാരും ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. കേരളത്തിൽ ആദ്യമായി BJP താമര വിരിയിച്ച നേമത്ത് പിന്നീട് ശിവൻകുട്ടി അരങ്ങുവാണ് കാഴ്ച. പക്ഷെ ഇത്തവണ ആര് നേമത്ത് എന്നുള്ള ചോദ്യങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രധാന നോട്ടം നേമം തന്നെയാണ്. നേമത്ത് ശിവൻകുട്ടി തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി. നിക്ഷേപ തട്ടിപ്പിനിരയാവരെ നേരിൽ കണ്ടു എന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. നിക്ഷേപകർക്കൊപ്പമെന്ന് മന്ത്രി, ശിവൻകുട്ടിക്കൊപ്പം പ്രാദേശിക നേതാക്കളും സമരക്കാരെ ആശ്വസിപ്പിച്ചു മടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് LDF-നായി ആരിറങ്ങുമെന്ന ചർച്ചയ്ക്കിടെ മന്ത്രി V ശിവൻകുട്ടി വീണ്ടും സ്ഥാനാർത്ഥിയായേക്കും. CPM ഭരണസമിതി വഴിയാധാരമാക്കിയ നേമം സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ ആശങ്ക അറിയാൻ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മന്ത്രി നേരിട്ടെത്തി. ബാങ്കിലെ ക്രമക്കേട് തുറന്ന് സമ്മതിച്ച മന്ത്രി നിക്ഷേപകർക്കൊപ്പമാണെന്ന് ആവർത്തിച്ച് പ്രാദേശിക CPM നേതാക്കളെയും കൂട്ടിയുള്ള ഇടപെടൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമെന്ന് വിലയിരുത്തൽ. നേമം CPM-ന് ചെറിയൊരു മീനല്ല എന്നത് തന്നെയാണ് മാസങ്ങൾക്ക് മുൻപ് മന്ത്രി നേരിട്ടിറങ്ങാൻ കാരണം. BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചെന്ന് നിരന്തരം പറയുന്ന CPM-ന് നിയമം നിലനിർത്തുക പ്രധാനമാണ്. അങ്ങനെയാവുമ്പോൾ സിറ്റിംഗ് MLA-യും മന്ത്രിയുമായ V ശിവൻകുട്ടിയെ തന്നെ മത്സര രംഗത്ത് ഇറക്കണമെന്നാണ് പൊതുവികാരം. മറ്റു പല പേരുകളും ഉയർന്നു വരുന്നുണ്ടെങ്കിലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് സീറ്റ് ഉറപ്പിച്ച സാഹചര്യത്തിൽ ശിവൻകുട്ടിയിലൂടെ മത്സര രംഗത്ത് മുന്നേറാനാവുമെന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. വിജയ സാധ്യതയ്ക്ക് തടസ്സം പറയുന്നതിലെ ഒരു ഘടകം CPM ഭരണസമിതി ക്രമക്കേട് കാട്ടി കടുത്ത പ്രതിസന്ധിയിലാക്കിയ നേമം സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ ആശങ്കയാണ്. 100-ലേറെ കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. വർഷങ്ങളായി സമരമുഖത്തുള്ള നിക്ഷേപകരെ കാണാൻ മന്ത്രി നേരിട്ടെത്തി. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാകുമോ എന്ന നിക്ഷേപകർ ഒട്ടുനോക്കുകയാണ്. എന്തായാലും മന്ത്രി വന്നു. സങ്കടക്കടലിലായ നിക്ഷേപകരെ അഭിസംബോധന ചെയ്തു. പണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കലഹിച്ചു നിൽക്കുന്നവരെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്ന CPM-നും ശിവൻകുട്ടിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ആദ്യ പ്രചാരണ കൺവെൻഷന് സമാനം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തിറങ്ങുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയതിന് പിന്നാലെ നേമത്ത് ശശി തരൂർ ഇറങ്ങണമെന്ന ഒരു വിഭാഗം ചർച്ചകൾ തുടങ്ങി വെച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന് ഒത്ത എതിരാളി തലസ്ഥാനത്ത് സജീവം ശശി തരൂർ തന്നെയാണ് നേമത്തിന്റെ താരമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. പക്ഷേ നേമത്ത് കോൺഗ്രസ് ആരെ ഇറക്കുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി മത്സര രംഗത്ത് ഇറങ്ങാനൊരുങ്ങുന്ന നേതാവ് ആരായിരിക്കും? BJP വോട്ടുകൾ പോലും പിടിക്കാൻ ശശി തരൂരിന് കഴിയുമെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. UDF-ലും കോൺഗ്രസിനൊപ്പവുമാണെങ്കിലും ശശി തരൂർ പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൂടെ BJP അണികൾക്കും തരൂർ സ്വീകാര്യനാണ് എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, വരുന്ന തിരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും നിർണായകമാണ് എന്നതിനാൽ നേമത്ത് നിലവിൽ തരൂരിനേക്കാൾ അനുയോജ്യനായ ഒരാളില്ലെന്നും പൊതുവെ അഭിപ്രായം ഉയർന്നുണ്ട്. മാത്രമല്ല, MP എന്നതിൽ നിന്ന് മാറി കഴിഞ്ഞ കുറച്ചു കാലമായി തലസ്ഥാനത്ത് സജീവമാണ് ശശി തരൂർ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് എന്ന മോഹം നേരത്തെ ശശി തരൂർ വച്ചു പുലർത്തിയിട്ടുമുണ്ട്. ഏതായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് തലസ്ഥാനത്ത് സജീവമാണ് ശശി തരൂർ എന്നാണ് ചിലരുടെ വിലയിരുത്തൽ. മണ്ഡലത്തിൽ ഇക്കുറി ശക്തനായ സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ BJP വിജയിക്കുമെന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ട്. ഇതോടെയാണ് ശശി തരൂരിന്റെ പേരിന് പ്രാധാന്യമേറിയത്. ഇക്കുറി ലോക്സഭയിൽ BJP ഏറ്റവും പ്രതീക്ഷയുടെ കണ്ണുവെച്ച മണ്ഡലത്തിൽ ചെറുതെങ്കിലും അവസാന നിമിഷം വിജയം പിടിച്ചെടുത്തത് ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവത്താലാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. 2016-ൽ നേമത്ത് നേടിയ വിജയത്തോടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നിരുന്നു. എന്നാൽ 2021-ലെ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ 3949 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി V ശിവൻകുട്ടി നേമമണ്ഡലം തിരിച്ചുപിടിച്ചു. K മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ 36,524 വോട്ട് നേടിയതാണ് CPM-ന് ജയമൊരുക്കിയത്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് നേമമണ്ഡലത്തിൽ നിന്നും 22,126 വോട്ടിന്റെ ലീഡും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ആകെ 7,913 വോട്ടിന്റെ ലീഡുമുണ്ട്. ഈ കണക്കുകൾ BJP-ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ കൂടി ഇറങ്ങുന്നതോടെ BJP ക്യാമ്പ് തികഞ്ഞ പ്രതീക്ഷയിലാണ്. അവിടെ ശശി തരൂർ മാത്രമാണ് മറുമരുന്നെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. നിലവിൽ ഇടതുമുന്നണിയിൽ നിന്ന് ശിവൻകുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ധാരണയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ നേമത്ത് വലിയ ചോദ്യങ്ങൾ തന്നെയായിരിക്കും. ഏതായാലും നേമത്ത് നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രാജീവ് ചന്ദ്രശേഖർ കളത്തിലുണ്ട്. ശിവൻകുട്ടിയും നേമത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് അധികം വൈകാതെ കളത്തിൽ പ്രമുഖരെ ഇറക്കുമെന്ന് വ്യക്തം.